ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെപ്റ്റംബർ 20 അതായത് ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന LGS ലെവലിലുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം ആ 5 ചോദ്യങ്ങൾക്കും എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യണം. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ഓപ്ഷൻ ഡി, ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ലാഹോർ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി, സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കയുടെ. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാര്? ഓപ്ഷൻ ബി, രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, തൃശ്ശൂർ. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിലാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ
എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ എ ഗൗരി പാർവതിബായി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി പോറ്റി ശ്രീരാമലു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അത് ഓർത്തു വെച്ചോണേ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ: ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ: ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ സി 7ാം സ്ഥാനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമേത്? ഓപ്ഷൻ എ ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം?
ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 9. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 5 ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 5. കടൽത്തീരമില്ലാത്ത 5 ജില്ലകളാണ് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട്. കടൽത്തീരമില്ലാത്ത 5 ജില്ലകൾ: കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദി. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, വലിയ ജില്ല ഇടുക്കി. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായലിൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇത് 2024 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എന്നാൽ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. നിതിൻ മധുകർ ജാംദർ. ഓർത്തു വെച്ചോണം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. നിതിൻ എന്ന് ഓർത്തു വെച്ചാൽ മതി, നിതിൻ. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? ഓപ്ഷൻ സി 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. അതോർത്ത് വെച്ചോണം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചാന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തതേത്? ഓപ്ഷൻ സി ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്?
ഓപ്ഷൻ ബി 1 ജൂലൈ 2017. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത് 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി പ്രേംചന്ദ്. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ ബി കാലം സാക്ഷി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഓപ്ഷൻ എ ഇന്ത്യ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി 2 മാത്രം ശരി. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി പയറ്. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറിൻ്റെ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? കണ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി മലപ്പുറം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? ഓപ്ഷൻ സി 2023. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? 2023. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രം. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനം. ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. ഇതും കൂടെ ഓർത്തു വെച്ചോണേ. കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ ബി ടൈറ്റാനിയം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2 and 3 ശരി. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ: കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60S
ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ബി ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ്. ഓക്കെ, ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ്. നിപ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? ഓപ്ഷൻ എ വവ്വാല്. നിപ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി വവ്വാൽ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം? ഓപ്ഷൻ സി ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സ്പിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? ഓപ്ഷൻ ഡി പ്രമേഹം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ പ്രമേഹം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഉള്ള അവസ്ഥകളാണ് അതിറോസ്ക്ലെറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം. അതുകൂടെ ഓർത്തു വയ്ക്കുക. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? ഓപ്ഷൻ എ WIFS. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. താഴെ പറയുന്ന ഏത് മാർഗങ്ങളിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗള്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗള്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ഓപ്ഷൻ ബി കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി തുടങ്ങനാട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 28%. ഓക്കെ, ഇനിയുള്ള 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി അതെല്ലാവരും പഠിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഉള്ള 5 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം വീഡിയോ മുഴുവൻ കണ്ട ശേഷം കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോയുടെ താഴെ
ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക്